പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ അവരുടെ ബാല്യമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടപ്പാടിൻ്റെയും അതുപോലെ തന്നെ അനിശ്ചിതത്വത്തിൻ്റെയൊക്കെ ഒരു കാര്യം. സ്വഭാവശുദ്ധിയുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു കാര്യം കൊടുത്താൽ അതിനെക്കുറിച്ച് മനോഹരമായിട്ട് വർത്തമാനം പറയാനും, എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എഴുതി സ്വന്തമായി തന്നെ ഒരു നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണം സമ്പാദിക്കും. നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷുഫലത്തിൽ പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. നമ്മൾ ഏത് വിഷുഫലം പറയുന്നതിന് മുമ്പേയും ആ നക്ഷത്രക്കാരുടെ കുറച്ച് ഗുണഗണങ്ങളെ പറ്റി നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാദ്യം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരുടെ ഗുണഗണങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ പോവാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ അവരുടെ ബാല്യമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടപ്പാടിൻ്റെയും അതുപോലെ തന്നെ അനിശ്ചിതത്വത്തിൻ്റെയൊക്കെ ഒരു കാലമായിരിക്കും. ഭയങ്കരമായിട്ടൊരു കഷ്ടപ്പാടിൽ തന്നെ ആയിരിക്കും അവർ ജീവിച്ച് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ ഇവർ വളരെയധികം സ്വഭാവശുദ്ധിയുള്ള ആൾക്കാരാണ്. ഇവർ കലാരംഗത്തൊക്കെ വളരെ വിജയമായിരിക്കും ഇവർക്ക്. അതായത് ഇവർക്ക് നന്നായിട്ട് ഈ കലയെക്കുറിച്ച്, അതായത് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്താൽ അതിനെക്കുറിച്ച് മനോഹരമായിട്ട് വർത്തമാനം പറയാനും, എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എഴുതാനും. ഇപ്പോൾ ഒരു ഉത്സവത്തെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞാൽ ഉത്സവത്തെക്കുറിച്ച് മനോഹരമായിട്ട് അവർ എഴുതി കൊടി കയറുന്നത് തൊട്ട് അവർ ആറാട്ട് വരെ നല്ല രീതിയിൽ എഴുതി വെക്കും. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞ് ഒരു സിനിമാ കഥ പോലെ രീതിയിൽ അവർ പറഞ്ഞ്, അങ്ങനെ ഒരു കഴിവ് അവർക്കുണ്ട്. ആരുമായിട്ടും വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിക്കും. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതെല്ലാം അവർ കേൾക്കും. എന്നിട്ട് ലാസ്റ്റ് അവരുടെ ഒരു കാര്യം അവർ നടപ്പിലാക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. എന്നിട്ട് അവർക്ക് എന്താണോ അവരെന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ്. കാരണം അവരുടെ രീതിയിൽ അവർ നടപ്പിലാക്കും. പണ്ട് മുതലേ തന്നെ അച്ഛനുമായിട്ടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാവും. ഭാവിയിൽ അത് നല്ലൊരു കാര്യത്തിലേക്ക് തന്നെ വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്വന്തമായി തന്നെ ഒരു നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണം സമ്പാദിക്കും. ആർക്ക് വേണമെങ്കിലും പൈസ കൊടുക്കാനോ ദാനമായി കൊടുക്കാനോ അവർക്ക് ഒരു മടിയും കൂടാതെ അവർ ചെയ്യും. അങ്ങനെയുള്ളൊരു ആൾക്കാരൊക്കെയാണ് ഈ പറഞ്ഞ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അവർ അഘോരാത്രം വേണേലും അവരുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യും. അത്രയ്ക്കധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നാലും അവർ ചിരിച്ച ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കും മറ്റുള്ളവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കും, നാട്ടുകാരൊക്കെ വിചാരിക്കും, അല്ലെ പരിചയമുള്ളവർ, നിനക്കൊക്കെ സുഖമല്ലേ. പക്ഷെ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അവരതുപോലെ കുഞ്ഞുപ്രായം മുതലേ തന്നെ വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അവർ വലുതായി കഴിയാൻ നേരത്ത് ഏകദേശം ഒരു 26 വയസ്സിന് മേളിലേക്കൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം അവരുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. ഏറ്റെടുക്കുന്ന ജോലി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവർ കഷ്ടപ്പാട് അനുഭവിച്ചാലും, അതായത് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, ഫുഡ് കഴിച്ചില്ല എങ്കിലും അവർ ആ ഏറ്റെടുക്കുന്ന ജോലി 100-ൽ 110% വളരെ ചിട്ടയോടുകൂടി തന്നെ പൂർത്തിയാക്കിയിരിക്കും. ആർക്കൊക്കെയാണ് ഇവർ ഉപകാരം ചെയ്യുന്നത് അവരിൽ നിന്നുമൊക്കെ ഒരു വിദ്വേഷം കാര്യങ്ങളൊക്കെ ഇവർ നേരിടാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവർ സ്ത്രീ വിഷയമായ അപവാദങ്ങൾക്കും അതുപോലെ തന്നെ ആരോപണങ്ങൾക്കും ഒക്കെ ഇവർ വിധേയരാകേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു 40-50 വയസ്സിലൊക്കെ ഇവരുടെ കുടുംബജീവിതമൊക്കെ ഭയങ്കരമായിട്ടൊരു ശാന്തമായ ഒരു കുടുംബജീവിതം തന്നെയായിട്ടാണ് കാണുന്നത്. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തിലേക്ക് നമുക്ക് പോകാം. പൂരുരുട്ടാതി നക്ഷത്രത്തിന് വിഷുഫലത്തിൽ ശുക്രചന്ദ്ര പരിവർത്തനം മൂലം തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാവും ഈ വർഷം.
അതുപോലെ തന്നെ നമുക്ക് ഒരു ഗൃഹം വാങ്ങുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട് പണിയുവാനോ ഒക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഈ വർഷം നടക്കുന്നതാണ്. അതായത് നമുക്കൊരു വീട് വെച്ച് താമസിക്കാനുള്ള യോഗം കാര്യങ്ങളൊക്കെ ഈ വർഷം കാണുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തന്നെ നമുക്ക് വിവാഹം കഴിക്കുവാനുള്ള ഒരു ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈശ്വര അനുഗ്രഹത്താൽ തന്നെ ധനസഹായം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കും. ഭഗവാനെ പ്രാർത്ഥിക്കാൻ നന്നായിട്ട്, അതായത് മഹാദേവനെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പറ്റുവാണെങ്കിൽ പ്രദോഷ ദിനത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഒരു ധാര, ഒരു കൂവളത്ത് മാലയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ നല്ലൊരു സമയം തന്നെയാണ്. പ്രവർത്തന മേഖലയിലും ഒക്കെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഈ വർഷം നല്ലൊരു സമയം തന്നെയാണ് കാണുന്നത്. പണമിടപാടിലൊക്കെ എന്തെങ്കിലും വാഗ്ദാനം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഇന്ന സമയത്ത് ഇന്ന രൂപ അല്ലെ ഇത്ര രൂപ കടം തരാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നമുക്കത് കൊടുക്കാനുള്ള ഒരു സമയം കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം കുറച്ചുകൂടി പൈസ ചിലപ്പം, ഉദാഹരണത്തിന് ഒരു 5 ലക്ഷം രൂപയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ലക്ഷം രൂപ വരെ ചിലപ്പോൾ കൊടുക്കാനുള്ളൊരു സാഹചര്യം കാര്യങ്ങൾ കാണുള്ളൂ. ബാക്കി ഒരു കുറവ് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 ഇല്ല, ഒരു 2.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് നമ്മൾ 3 കൊടുക്കുമ്പോൾ അവർ തൃപ്തിയാവും. വലിയ ശത്രുക്കളുടെ ഒരു കാര്യങ്ങളും ആ ഒരു സമയത്ത് നേരിടേണ്ടി വരില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ അടുത്തൊരു ഫ്രണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് പൈസ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരിൽ നിന്നുള്ളൊരു ശത്രുതാപരമായ ഒരു വിദ്വേഷം കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. അവൻ നമ്മളെ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ. കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിച്ച് തീരുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം. അതുപോലെ തന്നെ വിദേശ യാത്രകളൊക്കെ പോകേണ്ടി വരും. കുറച്ച് വീടുമായിട്ടൊക്കെ ഒന്ന് അകന്ന് താമസിക്കേണ്ടി വരും. കാരണം നമ്മുടെ മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ കുറച്ച് ഐശ്വര്യവും അതുപോലെ തന്നെ ധനം സമ്പാദിക്കാനും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉയരാനുമുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഈ വർഷം കാണുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീട്ടിൽ നിന്ന് അകന്ന്, അതായത് ഇപ്പം പുറം രാജ്യങ്ങളിലേക്കൊക്കെ ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിനൊക്കെ നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ച, കുട്ടികൾക്കൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, നമ്മുടെ സന്താനങ്ങളുണ്ടെങ്കിൽ, നമുക്ക് സന്താനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു സന്തോഷമാകുന്ന രീതിയിലുള്ളൊരു ജോലി നമുക്ക് ലഭിക്കാനും അതുവഴി തന്നെ സാമ്പത്തികമായിട്ട് ഉയരാനും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഈ വർഷം. കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ദോഷത്തിനൊക്കെ ഒരു പരിഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വർഷം. അതുപോലെ കൈവശ ഭൂമി നഷ്ടപ്പെടാതെ ഒന്ന് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ കറക്റ്റായിട്ടൊക്കെ നോക്കിക്കണ്ട് തന്നെ എടുക്കുക. നഷ്ടപ്പെടാതെ എവിടെയെങ്കിലും നമുക്ക് സ്വത്ത് വകകളായിട്ടൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് നോക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് എത്രയും വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി, കാട് പിടിച്ച് കിടക്കുകയാണ് അതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചൊന്ന് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് അനുകൂലമാവും. നമുക്കത് ഭാവിയിലാണെങ്കിലും അവിടെ താമസിക്കാനോ അതിൽ എന്തെങ്കിലും കാര്യത്തിന് വിൽക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ച കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണന് മാസത്തിൽ ഒരു ഭാഗ്യസൂക്തം അല്ലെ പുരുഷ സൂക്തം ചെയ്യുന്നത് തന്നെ വളരെയധികം നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ പൂരുരുട്ടാതി നക്ഷത്രത്തിന് കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു വിഷുഫലം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അലസത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഈ വർഷത്തെ വിഷുഫലത്തിൽ നല്ലൊരു സമയമാണ്. ആവശ്യത്തിലധികം സാമ്പത്തികമായിട്ട് ഉയർച്ച കാര്യങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങളെ പലരും സഹായിക്കാനുള്ളൊരു മനസ്ഥിതി കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ, സമൂഹത്തിലുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇടപെടും. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട് കൂടി ലഭിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു സമയവും കാര്യങ്ങളും തന്നെയാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിന്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ കാര്യവും പറയാം.
അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇപ്പോഴുള്ള സമയം, അതുപോലെ മുന്നോട്ടുള്ള സമയം, അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു തീയതി നോക്കുവാൻ, അല്ലെ വാഹനം ഇറക്കുന്നതിനുള്ള ഒരു തീയതി കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പം എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.